8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ ഈ സിനിമാ പ്രാന്ത് അന്നേ ഉണ്ടല്ലോ. അപ്പോൾ ഈ തീസരി മനസ്സിൽ നിന്നൊരു പടം ഭയങ്കര ഹിറ്റായ എൻ്റെ പാട്ടുകൾ. അപ്പോൾ ഈ പാട്ട് ഈ കാസറ്റിൽ ടൈപ്പ് ചെയ്ത എന്നും കേൾക്കാമല്ലോ. അപ്പോൾ അവിടെ അടുത്തൊരു വീട്ടിലൊരു ഈ 78 RPM പ്ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ അന്ന് ഈ ജാക്കൊന്നുമില്ല. അപ്പോൾ ഈ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തിട്ട് സാറിൻ്റെ റൂമിൽ ആരും മിണ്ടരുതെന്ന് പറഞ്ഞ് ഇതവിടെ കൊണ്ടുവച്ച് ഈ തീസരി മനസ്സിലുള്ള പാട്ട് മുഴുവൻ ഇതിലേക്ക് റെക്കോർഡ് ചെയ്യും. അങ്ങനെ പാട്ട് കേട്ടിട്ടുള്ള ഒരാളാണ് ഈ R.D. ബർമൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. ഞാൻ ഇദ്ദേഹത്തിന് എൻ്റെ ജീവിതത്തിൽ കാണുന്നു, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നു, ഇദ്ദേഹം എൻ്റെ പാടത്തിന് ഒരു മ്യൂസിക് ചെയ്യുന്നു, സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഹിന്ദി പടത്തിൽ ഞാൻ പ്രിയൻ്റെ അടുത്ത് പറയാ R.D. ബർമൻ ഞാൻ അന്നേ ഒരു ആരാധിക്കുന്ന ഒരു കഥാപാത്രമാണ്, നമുക്ക് അദ്ദേഹത്തിനോട് മ്യൂസിക് ചെയ്യിച്ചാലോ. ചേട്ടാ ഇയാളൊക്കെ പറഞ്ഞാൽ കേൾക്കും, എങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് ശ്രമിച്ചു നോക്കാം. വളരെ ഡൗൺ ടു എർത്ത് അദ്ദേഹം. വീണ്ടും ഇത്രയും ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ തീസരി മനസ്സിലെ പാട്ടൊക്കെ ഇപ്പോഴും ഫ്രഷാണ്. ഇപ്പോൾ കേട്ടാലും ഫ്രഷ് ആയിട്ടിരിക്കും. അദ്ദേഹം മ്യൂസിക് ഡയറക്റ്റ് ചെയ്തു. ഞാൻ ഇതിനെ പോയി കാണുന്നു, അദ്ദേഹം ചെയ്യാമെന്ന് പറയുന്നു. വളരെ ഡൗൺ ടു എർത്ത് സംസാരിച്ചത്, വളരെ സിമ്പിൾ മാനായിട്ടും അങ്ങനെ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. സിനിമ റെഡിയാവുന്നു. സിനിമ റെഡിയായിട്ട് അന്നൊക്കെ ഹിന്ദി സിനിമയിൽ എന്താ ഒരു സംഭവം എന്ന് വെച്ചാൽ റിലീസിന് ഒരു പ്രീമിയർ ഷോ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല. അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് ഡേ ഷോ നടക്കുമ്പോൾ നമ്മളെല്ലാ ആർട്ടിസ്റ്റിനെയും കൊണ്ട് ടെക്നീഷ്യനെയും കൊണ്ട് ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറും പടം നടക്കുന്നതിൻ്റെ ഇടയിൽ. ഇപ്പോഴൊന്നും ഇല്ല അത്. അപ്പോൾ പടം നിർത്തിയിട്ട് നമ്മളെല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആളുകൾക്ക് ഇവർ വലിയ ഹരമാണത് കാണാൻ. ജാക്കി ഷ്രോഫും ഡിംപിൾ കപാഡിയും രാജ് ബബ്ബാറും ഷമ്മി കപൂറും R.D. ബർമനും ഇവരെല്ലാവരും സകലവരുണ്ട്. അപ്പോൾ ഇത് 2-3 തിയേറ്റർ 4-5 തിയേറ്ററിലൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അന്ന് 4 തിയേറ്ററിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഡിന്നർ പാർട്ടി ഉണ്ടാവും ടാജിലോ ഓബറയിലോ എവിടെയെങ്കിലും. ഈ ഇതെല്ലാം കഴിഞ്ഞ് ഡിന്നറിന് എത്തിയപ്പോൾ ജാവേദ് അക്തർ എൻ്റെ അടുത്ത് ചോദിച്ചു, മോഹൻജി R.D. ബർമനെ ക്ഷണിച്ചില്ലേ, അദ്ദേഹത്തിനെ കണ്ടില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, സാർ അദ്ദേഹത്തിന് കാർഡ് ഞാൻ പ്രൊഡക്ഷനാകത്ത് കൊടുത്താണ്, ഞങ്ങൾ കൊടുത്തില്ല എനിക്കറിയില്ല സാർ, അദ്ദേഹത്തിനെ കണ്ടില്ല. എനിവേ നൗ വി കനോട്ട് ഡു എനിത്തിങ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി. ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ 2 മണിയായി രാത്രി. ഞാൻ രാവിലെ നേരത്തെ എണീറ്റ് R.D. ബർമന് ഫോൺ ചെയ്തു. മൊബൈലൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഫോൺ ചെയ്ത് കിട്ടിയില്ല, വീട്ടിൽ ഫോൺ ചെയ്ത് അവിടുന്ന് ഓഫീസിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഓഫീസിലേക്ക് ഫോൺ ചെയ്തു. അപ്പം എനിക്ക് കിട്ടി അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു, സാർ അവിടെ ഉണ്ട്, എനിക്കൊന്ന് കാണണം അർജൻറ്റായിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, പുള്ളിക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് വരണമെന്നുള്ളത് തോന്നുന്നു. ഇല്ല, ഞാൻ നിങ്ങളുടെ ഓഫീസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട സാർ, എനിക്ക് അങ്ങേരെ ഓഫീസിലൊന്ന് കാണണം. ഇല്ല, ഞാൻ എന്താ ഇറങ്ങി, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി വരുമായിരുന്നു, എനിക്കൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പം എനിക്കൊന്നും പറയാൻ പറ്റില്ല, അദ്ദേഹത്തിനോട് ആർഗ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. അദ്ദേഹം എൻ്റെ ഓഫീസിൽ വന്നു. അപ്പം അന്ന് അദ്ദേഹത്തിന് ഈ ഡയബറ്റീസ് മൂർച്ഛിച്ച കാരണം കാലിലൊരു മുറിവുണ്ടായിരുന്നു. ആ മുറിവ് കെട്ടി വെച്ച് നുണ്ടിയാണ് വന്നിരുന്നത്. കയറി നുണ്ടി എൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഓഫീസിൽ കയറി എൻ്റെ റൂമിലേക്ക് വന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും സങ്കടമായി. ഇത്രയും വലിയൊരു മനുഷ്യൻ, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ടൈപ്പ് റെക്കോർഡറിൻ്റെ കാര്യം. ഞാൻ എണീറ്റ് ഇദ്ദേഹത്തിൻ്റെ കാലിൽ തൊടാൻ വേണ്ടി തന്നപ്പോൾ അങ്ങോട്ട് തടഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഐ ആം വെരി സോറി, ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ മാനേജർക്ക് ഞാൻ പറഞ്ഞിരുന്നു, അദ്ദേഹം നിങ്ങൾക്ക് കാർഡ് തരാൻ മറന്നുപോയി എന്ന് തോന്നുന്നു. അപ്പം ഇദ്ദേഹം പറയാ, ആര് പറഞ്ഞു അങ്ങോട്ട് മറന്നു എന്ന്, സത്യത്തിൽ ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല കാർഡ്. മോൻ, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഈ പാർട്ടിയിലും ഇതിലും കളഞ്ഞാണ്, അതുകൊണ്ട് ഞാൻ വരാതെ, നീ വയ്യ, അതുകൊണ്ടാണ് വരാത്തത്. എൻ്റെ ഓഫീസ് വന്നിട്ട് അദ്ദേഹം ഇത് പറയണമെങ്കിൽ R.D. ബർമൻ പോലെ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ എളിമയൊന്ന് ആലോചിച്ചു. അതുകൊണ്ടല്ലേ അദ്ദേഹം ഇത്രയും വലിയ ആളായത്, ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടർ ആയത്. क्या हुआ तेरा वादा, तेरे बिना जिंदगी से कोई शिकवा, प्यार दीवाना
मस्ताना होता है। दिलबर मेरे कब तक मुझे ऐसे ही चढ़ पाओगे? क्या यही प्यार है? क्या हुआ तेरा वादा? ना कोई उमंग है, ना कोई। मेरी भीगी भीगी सी पलकों पे रह गए जैसे मेरे सपने। जाने क्या सोच कर नहीं गुजरा। तुझसे नाराज नहीं जिंदगी, हैरान हूँ मैं। जिंदगी के सफर में गुजर जाते हैं। मुसाफिर हूँ यारो, ना घर है। कुछ तो लोग कहेंगे। तेरी याद आ रही है, तेरी याद। चुरा लिया है तुमने जो दिल को। कुछ ना कहो, कुछ भी ना कहो। प्यार दीवाना होता है, मस्ताना होता है। तेरे बिना जिंदगी भी, लेकिन जिंदगी। तुम आ गए हो, नूर आ गया है। रात कली एक ख्वाब में आई और गले चेहरा है या चांद खिला, जुल्फ खनेरी। दिलबर मेरे कब तक मुझे ऐसे ही चढ़ पाओगे? तेरे बिना जिया जाए ना। देख तुझको दिल ने कहा, साथी जन्मों का मिल गया।